ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീല വ്ലോഗ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ റവയും പഴവും ഉപയോഗിച്ച് എങ്ങനെ ഈസി ആയിട്ടൊരു റെസിപ്പി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. പിന്നെ നമുക്ക് പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് പഴം ഒന്ന് അരച്ച് പാനിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇനി ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ കല്ലോ പൊടിയൊന്നും ഇല്ലാത്ത നല്ല ശർക്കര പൊടിയാണ്. അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ കയ്യിൽ കുറച്ച് എണ്ണ തടവി ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയതിലേക്ക് ഒരു സ്പൂൺ പാൽപ്പൊടി, കശുവണ്ടിപ്പരിപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ ഉണക്കമുന്തിരിയാണ് ചേർത്തത്. പിന്നെ ഒരു സ്പൂൺ അളവിൽ കടല, കപ്പലണ്ടി ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ശർക്കരപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഈസി റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഇനി നമുക്കൊരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഉരുള ഇതുപോലെ ഒന്ന് പാത്രം വെച്ചൊന്ന് പ്രസ് ചെയ്യണം. പാത്രത്തിൻ്റെ അടിയിലൊന്ന് എണ്ണ തടവണം കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതിനുള്ളിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഡിസൈന് ആക്കി കൊടുക്കാം. കാണാനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാതും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ വാഴയില വെച്ച് ഇതുപോലെ എല്ലാ അടകളും നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.